ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചക്രമുടിയിലെ കയ്യേറ്റവും നിലവിലെ നടപടികളുമാണ്. ഇപ്പോഴുള്ള നടപടികൾ ചക്രമുടിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്രമാത്രം പ്രായോഗികമാണെന്ന് സംസാരിക്കാനായി ചക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നിലവിൽ ചക്രമുടിയിൽ 4 പട്ടയങ്ങളാണ് വ്യാജമായിട്ട് വന്നത്. ഇത് പട്ടയങ്ങൾ വ്യാജമാണ് എന്ന് പറയാൻ പറ്റില്ല. പട്ടയങ്ങൾ ഇഷ്യൂ ചെയ്ത സമയത്ത് അപേക്ഷ സ്വീകരിച്ച ആളും കൈപ്പറ്റിയിരിക്കുന്ന ആളും വ്യത്യസ്തമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ പട്ടയങ്ങൾ വ്യാജമാണെന്നുള്ളത് സേതുരാമൻ സാറിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് മഹസറിൽ ഒപ്പിട്ടിരിക്കുന്ന ആളുകളും പട്ടയം കൈപ്പറ്റിയിരിക്കുന്ന ആളുകളും വ്യത്യസ്തമാണ്. എന്നാൽ ഈ പട്ടയങ്ങളുടെ പറഞ്ഞിരിക്കുന്ന വസ്തു, അതായത് സ്ഥലം എവിടെയാണെന്ന് പട്ടയ ഉടമസ്ഥന് അറിയില്ല എന്നുള്ള വസ്തുതയാണ്. ഈ പട്ടയം സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കുകയും തഹസിൽദാർ ഈ സ്ഥലം കണ്ടെത്താൻ കഴിയാതെ വന്നതോടൊപ്പം ഇതിൻ്റെ മുടക്ക് ഈ വസ്തു ഇങ്ങനൊരു വസ്തു ഇല്ല എന്നുള്ളത് സ്ഥല ഉടമസ്ഥനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ തുടർന്ന് കളക്ടർക്ക് ഈ സ്ഥല ഉടമസ്ഥൻ അപേക്ഷ നൽകുകയും ചെയ്തു. ഈ സ്ഥല ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾ മൈജോ എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതാണ്ട് കാന്തല്ലൂര് മറയൂർ ഏരിയകളിൽ വർഷങ്ങൾക്ക് മുമ്പ് കയ്യേറ്റ ഭൂമി നമുക്ക് കയ്യേറ്റം ഇടുകയും അതിന് പട്ടയം സമ്പാദിക്കുകയും ആ പട്ടയം വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 30ഓളം പട്ടയങ്ങൾ അന്നത്തെ സർക്കാർ ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 4-5 പേര് പേരിൽ, അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരിൽ 5 പേരുടെ പേരിൽ പട്ടയം സമ്പാദിക്കുകയും ഈ പട്ടയം സമ്പാദിച്ച ഉടനെ തന്നെ ഈ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്താതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കളക്ടർക്ക് അപേക്ഷ കൊടുക്കുകയും കളക്ടറുടെ അന്നത്തെ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു വസ്തു ഇല്ല എന്നുള്ള റിപ്പോർട്ട് വരികയും ചെയ്തു. തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇങ്ങനൊരു പട്ടയ സ്ഥലം കണ്ടെത്തി കൊടുക്കണമെന്നുള്ളത് പറയുകയും തുടർന്ന് നടന്ന അന്വേഷണങ്ങളിൽ പട്ടയം കണ്ടെത്താൻ സാധിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ വസ്തു കണ്ടെത്തണമെന്നും ഈ വസ്തു എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റവന്യൂ മന്ത്രിക്ക് അപേക്ഷ കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അപേക്ഷ കൊടുത്തിരിക്കുന്നത് വ്യാജമായിട്ടാണ്. അത് പട്ടയ ഉടമസ്ഥനല്ല അപേക്ഷ കൊടുത്തത്. മൈജോയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന സിബി എന്ന് പറയുന്ന അടിമാലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അപേക്ഷയിൽ അന്ന് ഡേറ്റ് വെക്കാതെയുള്ള അപേക്ഷ മന്ത്രി ഫോർവേഡ് ചെയ്തു. മന്ത്രി ഫോർവേഡ് ചെയ്ത് അന്നത്തെ കളക്ടർ ഓഫീസിലേക്ക് വരികയും അന്ന് ഡെപ്യൂട്ടി കളക്ടറായിരുന്ന മനോജ് കെ എന്ന് പറയുന്ന ആള് എത്രയും പെട്ടെന്ന് സ്പീഡപ്പാക്കിക്കൊണ്ടാണ് ഈ പട്ടയം എവിടെയാണെന്ന് കണ്ടെത്തി കൊടുക്കണമെന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് വരിക. അവിടെ തൊട്ടാണ് അഴിമതി ആരംഭിക്കുന്നത്. അവിടെ വളരെയധികം പൈസ വാങ്ങിക്കൊണ്ട് ഈ ഡെപ്യൂട്ടി കളക്ടർ ഓർഡർ ഇടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ഓഫീസർക്ക് അയക്കുകയും താലൂക്ക് ഓഫീസർ അത് താലൂക്ക് സർവറെ ഏൽപ്പിക്കുകയാണ്. താലൂക്ക് സർവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എവിടെയാണെന്ന് അറിയത്തില്ല എന്നുള്ള റിപ്പോർട്ടിലോടുകൂടി തന്നെ ആദ്യം പരിശോധിച്ചിരുന്നു. എന്നാൽ ഈ സ്ഥലത്തിൽ സർവേ 27-1 സ്ഥലത്ത് സ്ഥാപിച്ചു കൊടുക്കുകയാണെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ റവന്യൂ ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ സ്ഥാപിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ ഏറ്റവും അധികമായിട്ട് അവിടെ കുളം നിർമ്മിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും വളരെയധികം മരങ്ങൾ നിങ്ങൾക്ക് കയറിയാൽ കാണാവുന്നതാണ്. വളരെയധികം മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്തു. നമ്മളൊരു മരം മുറിക്കുകയോ ഒരു പാറ പൊട്ടിക്കുകയോ ചെയ്താൽ ഓടിയെത്തുന്ന ഫോറസ്റ്റുകാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇന്ന് വരെ ആ ഭാഗത്തേക്ക് നടപടിയെടുക്കുകയോ അവിടെ ഒരു കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ കളക്ടറുടെ ഓഫീസുമായിട്ട് സബ് കളക്ടർ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടയങ്ങൾ പരിശോധിച്ചിരിക്കുകയാണെന്നാണ്. നിലവിൽ കൊടുത്ത പട്ടയങ്ങളിൽ നിന്ന് 40-ൽ അധികം പട്ടയങ്ങൾ ജനിക്കപ്പെട്ടിട്ടുണ്ട്, ആധാരങ്ങൾ. ഈ ആധാരങ്ങൾ ഓരോരുത്തരെ വിളിച്ചാണ് അദ്ദേഹം പരിശോധിച്ചിരിക്കുന്നത്. നിലവിൽ 4 പട്ടയങ്ങൾ വ്യാജമാണെന്ന് അറിയുകയും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്തതിന് ശേഷവും പിന്നെ എന്തിനാണ് ഈ 40 പേരെയും വിളിച്ച് അന്വേഷിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. കാരണം ഈ പട്ടയങ്ങൾ ഓൾറെഡി ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പ്രഥമദൃഷ്ട്യാ തന്നെ പട്ടയങ്ങൾ വ്യാജമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പട്ടയം അവിടെ അളന്നു കൊടുക്കുന്നതിന് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് വില്ലേജ് ഓഫീസർ കൊടുത്ത ഒരു കൈവശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെയാണ് സ്ഥലം എന്നാണെന്ന്. അപ്പോൾ ആദ്യം തന്നെ വില്ലേജ് ഓഫീസർ കുറ്റക്കാരനാണ് എന്ന് ഇവർ സ്ഥാപിക്കുകയാണ് ചെയ്തത്. വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു, അളന്നു കൊടുത്ത തഹസിൽദാരെ സർവേരെ സസ്പെൻഡ് ചെയ്തു, അതിന് കൂട്ടുനിന്ന തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ കെ മനോജ് എന്നതിന് സംരക്ഷിക്കപ്പെടുകയാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുകയും ചെയ്ത ഈ പറയുന്ന ഡെപ്യൂട്ടി തഹസിൽദാറാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഓർഡർ വാങ്ങിക്കൊണ്ട് വരാൻ പറയുകയും അവിടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. മന്ത്രി പറഞ്ഞത് അങ്ങനെയുള്ള കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതിന് കൂട്ടുനിന്നിട്ടുള്ള കീഴിലുള്ള 3 തഹസിൽദാരെയും സർവേ ഓഫീസറെയും
അതേപോലെ തന്നെ വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കുന്ന നടപടിയാണ് സർക്കാർ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി അനുകൂലമായ നടപടിയെടുക്കുന്നത് മന്ത്രിയുടെ ബന്ധപ്പെട്ട പാർട്ടിയാണ് എന്നുള്ളതാണ് നഗ്നമായ സത്യം. അതിന് കൂട്ടുനിൽക്കുന്ന ഇവർക്കെതിരെ വീണ്ടും നടപടി എടുക്കണമെന്നാണ് സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ നടപടി സ്വീകരിച്ചിരിക്കുന്നവർ ഏകദേശം 6 മാസ കാലത്തോളം ആവുകയാണ്. അവർ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവർക്കെതിരെ കുറ്റത്തിനെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇവിടെ കയ്യേറ്റം തുടങ്ങിയിട്ട് കണ്ട 1 വർഷക്കാലത്തോളമായി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ മലയാണ് ചക്രമുടി മല. 7200 അടി ഉയരമുണ്ട്. തൂക്കായി നിൽക്കുന്ന പ്രദേശമാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന ഈ പ്രദേശത്ത് ഇത്രയും വലിയ അതിക്രമം നടന്നിട്ട്, അതും റെഡ് സോണിൽപ്പെട്ട സ്ഥലത്ത് ചെങ്കുത്തായി നിൽക്കുന്ന പ്രദേശത്ത് റോഡുകളും കുളങ്ങളും അതുപോലെ വൻ വൃക്ഷങ്ങളും വെട്ടി നശിപ്പിച്ച് പ്രകൃതിയെ വൻ ദുരന്തത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ ഇവർക്ക് വലിയ സഹായമാണ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഈ ഇത്രയും കാര്യങ്ങൾ നടക്കാൻ ഇടയായത്. ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭീഷണിയാണ്. താഴ്താമസത്ത് നൂറുകണക്കിന് ഹരിജനങ്ങളുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇത്രയും വ്യാപകമായ മണ്ണിളക്കി, മരങ്ങൾ മുറിച്ച്, കുളങ്ങൾ പണിത്, തോടുകൾ കെട്ടി, ഇങ്ങനെ അനേകം പ്രകൃതിക്ക് ദോഷമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ കമ്മീഷനെ കളക്ടർ പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും അവർ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ച് വേണ്ട അത് തടയുന്ന രീതിയിലുള്ള റിപ്പോർട്ടല്ല നൽകിയത്. അപ്പോൾ അതിനെതിരായിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച വരികയും ആ കുളം അതിൻ്റെ ബണ്ട് പൊളിച്ച് നീക്കം ചെയ്ത് വെള്ളം കെട്ടിവെക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കളക്ടറോട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ആഴ്ച തന്നെ കളക്ടറുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് ഇതിനനുകൂലമാകുന്ന ഒരു റിപ്പോർട്ട് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നൽകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ചുക്രമുടിയിൽ നടന്നിരിക്കുന്ന ഈ വൻ ഭൂമി കയ്യേറ്റത്തോടനുബന്ധിച്ച് ബൈസൺവാലിയിലെ താഴ്വാരത്ത് താമസിക്കുന്ന നിവാസികളുടെ ആശങ്കകൾക്ക് ഇതുവരെ യാതൊരുവിധ മറുപടിയും ഗവൺമെൻറ് ഭാഗത്തു നിന്നോ പഞ്ചായത്ത് ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. കാരണം ഏതാണ്ട് 1 വർഷക്കാലത്തോളമായി ചുക്രമുടിയിൽ വൻ ഭൂമി കയ്യേറ്റം നടത്തിയിട്ട് അവിടെ കയ്യേറ്റം നടത്തി വൻ ചോലമരങ്ങളും യൂക്കാലികൾ കൂടാതെ വൻ കാട്ടുമരങ്ങൾ ഏതാണ്ട് 100-125 ഇഞ്ച് വണ്ണമുള്ള വൻ കാട്ടുമരങ്ങൾ വെട്ടിവിൽക്കുകയും വൻ പാറകൾ പൊട്ടിച്ച് മാറ്റുകയും ചെയ്തതിന് ശേഷം ഈ വൻ ചോലമരങ്ങളുടെ ഒരുപാട് താഴ്ചയുള്ള കുറ്റികൾ JCB ഉപയോഗിച്ച് പറിച്ച് വൻ ഗർത്തങ്ങൾ അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ വൻ പാറകൾ പൊട്ടിച്ചു മാറ്റി, ആ പാറ പൊട്ടിച്ചു മാറ്റിയെടുത്ത് വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ആ ചുക്രമുടിയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ST കോളനി ഉൾപ്പെടെ, ആദിവാസി കോളനി ഉൾപ്പെടെ അതിന് താഴ്വാരത്ത് താമസിക്കുന്ന ഈ ജനങ്ങളുടെ കൃഷിക്കും ഈ ജനങ്ങൾക്കും വൻ ദുരിതമാണ് മഴക്കാലം വന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ പാറകൾ പൊട്ടിച്ചു മാറ്റിയ ഗർത്തത്തിലും ഈ മരങ്ങൾ പിഴുതു മാറ്റിയ ഗർത്തത്തിലും വെള്ളം നിറഞ്ഞാൽ ഒരു ഭയങ്കര ഭൂകമ്പം എന്ന രീതിയിൽ ഒരു വലിയ ഉരുൾപൊട്ടലിന് അവിടെ ഭയങ്കര സാധ്യതകൾ ഉണ്ടാകുന്നതാണ്. ആ ഉരുൾപൊട്ടലുണ്ടായാൽ ഈ ബൈസൺവാലി പ്രദേശത്ത് ഈ താഴ്വാരത്തിൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ ST കോളനി ഉൾപ്പെടെ ഈ ജനങ്ങൾക്കെല്ലാം വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ചുക്രമുടി മലനിരകൾ. ആ മലയിൽ ഒരു വലിയ കുളം തീർത്തിട്ടുണ്ട്. ഈ വലിയ കുളം തീർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചുക്രമുടി സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിവേദനം കൊടുക്കുകയും ഈ കുളം പൊട്ടിച്ചു മാറ്റണമെന്ന് മൂടിക്കാണുമെന്ന് ജില്ലാ കളക്ടർ പഞ്ചായത്തിന് നിർദ്ദേശിച്ചിട്ട് മാസങ്ങളേറെയായി. ഇതുവരെയായിട്ടും അതിനൊരു നടപടി പഞ്ചായത്ത് നടത്തിയിട്ടില്ല. ഇതെല്ലാം കാണുമ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വളരെ ആശങ്കയിലാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. മഴക്കാലം ഉടനെ ആരംഭിക്കും. ഈ മഴക്കാലം ആരംഭിച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു പോലും പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാവുന്നതാണ്,
ചുക്രമുടി റോഡ് പണിയോടനുബന്ധിച്ച് നടന്ന ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഈ നാട്ടിലെ എത്രയോ കൃഷിക്കാരുടെ ഏക്കർ കണക്കിന് ഭൂമികൾ ഒലിച്ചുപോയി. എത്രയോ കൃഷിക്കാർക്ക് നാശനഷ്ടമുണ്ടായി. ആ ഒലിച്ചു വന്ന് താഴ്വാരത്ത് താമസിക്കുന്ന, തോട് സൈഡിൽ താമസിക്കുന്ന ആളുകളുടെ കൃഷികളും ഭൂമിയും ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനൊന്നും സർക്കാർ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ചൊക്രമടിയിൽ കയ്യേറ്റം നടന്ന ഭൂമി അതീവ പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശമാണ്. നിരവധി പ്രത്യേകതകളുള്ള ഭൂമി കൂടിയാണ്. ഇതിനൊരു സംരക്ഷണം കൂടി നമുക്ക് ആവശ്യമുണ്ട്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് സംരക്ഷിക്കാനാവും? ചുക്കറുമുടി മലയെന്ന് സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പം ഇത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മലയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആ മലയുടെ മണ്ടയ്ക്കുള്ള ഒരു റോഡുണ്ടായിരുന്നു. അത് ഇന്നും ഗ്യാപ്പ് റോഡെന്ന് അറിയപ്പെടുന്ന ഒരു റോഡ് ഇപ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കൊച്ചി മധുര നാഷണൽ ഹൈവേയായിട്ട് പണിത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മലയുടെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന മലയിലാണ് കയ്യേറ്റം നടന്നിട്ടുള്ളത്. അപ്പോൾ കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കുമ്പം നമ്മുടെ ഈ കയ്യേറ്റത്തിൻ്റെ താഴ്ഭാഗത്ത് ഏകദേശം ഒരു 200 വീടോളം ST വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ വീടും ഒരു 10-60 വീടോളം SC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളൊരു വീടുകളും നിറഞ്ഞ് താമസിക്കുന്ന ഒരു റോഡ് കയറിപ്പോകുന്ന നല്ലൊരു ജനം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലാണ് ഈ കയ്യേറ്റം നടന്നിട്ടുള്ളത്. ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കയിൽ നിൽക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയപ്പം പഞ്ചായത്ത് തലത്തിലുള്ള ഇപ്പം ഈ ചൊക്രമുടി സംരക്ഷണ സമിതിക്ക് പഞ്ചായത്തിലെ എല്ലാ പ്രസിഡന്റ് അടക്കം എല്ലാ മെമ്പർമാരുടെയും പിന്തുണ നമുക്കുണ്ട്. സമുദായ സംഘടനകളുടെ പിന്തുണയുണ്ട്, രാഷ്ട്രീയ മേഖലയിലെ പിന്തുണയുണ്ട്. അങ്ങനെയുള്ളവർ എല്ലാവരുടെയും പിന്തുണ പിടിച്ചു പറ്റിക്കൊണ്ടാണ് നമ്മുടെ ഈ ചൊക്രമുടി സംരക്ഷണ സമിതി ഈ നിമിഷം വരെ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതും അവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സഹായവും എല്ലാ ഘട്ടത്തിലുമുണ്ട്. നിർഭാഗ്യവശാൽ വേണ്ട നടപടിക്രമങ്ങൾ സർക്കാർ ലെവലിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആശങ്ക ഈ സംരക്ഷണ സമിതിക്കുണ്ട്. RDA നമ്മൾ കണ്ട സമയത്തും നമ്മുടെ ആശങ്കകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഒരു സസ്പെൻഷനിൽ ഒതുക്കി നിർത്തിയേക്കുന്ന ഈ വിഷയത്തിൽ ആ സസ്പെൻഷന് ശേഷം ഒരു ഘട്ടത്തിലോട്ടും അതിൻ്റെ അന്വേഷണം നീണ്ടു പോകുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ സംരക്ഷണ സമിതിക്കുണ്ട്. അപ്പോൾ ആ വിഷയത്തിലോട്ട് സർക്കാർ ലെവലിൽ നിന്നും അന്വേഷണം വന്ന് ആ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നടപടി സ്വീകരിച്ച് പോകണമെന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മൊത്തത്തിലായിട്ടും ഉള്ളത്. അത് ഈ ചൊക്രമുടി മലയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പം നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. ഒരു 12 വർഷം കൂടുമ്പം 100 കണക്കിന് ഏക്കർ നീലക്കുറിഞ്ഞികൾ പൂത്ത് പ്രകൃതി ഭംഗിയോടുകൂടി നിൽക്കുന്ന ആ മല, അതുപോലെ വരയാടുകൾ ആയിട്ട് സമൃദ്ധമായിട്ടിരിക്കുന്ന ആ മല, ആനത്താരികൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങളിലേക്കാണ് കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന പുഴകൾ, ഈ ചെറിയ ചെറിയ നീർച്ചാലുകൾ റോഡ് ഇങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് ഒരു ഒറ്റ ചാലുവഴി വരികയും അങ്ങനെ വലിയ വെള്ളപ്പൊക്കം, മഴക്കാലത്ത് വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകും. ആ റോഡുകളും ഇതെല്ലാം കുത്തി ഒഴിച്ച് പോകാനായിട്ടുള്ള കാരണങ്ങളാകുന്നു. അതുപോലെ തന്നെ മരങ്ങളൊക്കെ ധാരാളമായിട്ട് അവിടെ വെട്ടി കുറ്റികൾ പറിച്ച് ഇട്ടേക്കുന്നത് കാരണം ഈ കുറ്റികളെല്ലാം വന്ന് കൂടി ഒരു സ്ഥലത്ത് വെള്ളം കെട്ടി നിന്ന് നാളുകളിൽ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള ആകാംക്ഷ, ആ ജനങ്ങളുടെ ഭീതി നിലനിൽക്കുമ്പം അതൊന്ന് മൊത്തത്തിൽ ജനങ്ങളുടെ ആ ഭീതി മാറ്റിത്തരാനായിട്ട് വേണ്ട നിലപാടുകൾ സർക്കാർ ലെവലിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് സംരക്ഷണ സമിതിക്ക് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്. ചൊക്രമുടി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4ാമത്തെ ഹിയറിംഗിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ ഇതുവരെയും കൃത്യമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇനിയും ഈ ഒരു വിഷയത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എത്തരത്തിലായിരിക്കും നിങ്ങളുടെ സമര രീതികൾ, അടുത്ത ഘട്ട സമര രീതികൾ മുമ്പോട്ട് പോകുന്നത്? നമ്മുടെ കാരണവന്മാരായിട്ടുള്ള ആളുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ബൈസൺ വാലി കുടിയേറുകയും ആ കുടിയേറ്റ മേഖലയാണ് ഈ ബൈസൺ വാലി എന്ന് പറയുന്നത്. പിന്നീടുള്ള സർക്കാരുകളുടെ കാലത്ത് പട്ടയങ്ങൾ നമുക്ക് ഇങ്ങനെ അനുവദിച്ചു. എന്നാൽ ഇന്ന് ചൊക്രമുടി എന്ന് പറയുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് റെഡ് സോണിൽ പെട്ടതാണ്. സർക്കാർ രേഖകളിൽ പുറമ്പോക്കായിട്ട് തള്ളി മാറ്റപ്പെട്ടിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ 100 കണക്കിന് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന 500-നും 600-നും അടുത്തുള്ള ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മലയും കൂടിയാണ് ഈ ചൊക്രമുടിയുടെ അടിഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ കയ്യേറ്റം നടന്നിരിക്കുന്നത് തൊട്ടടിഭാഗം എന്ന് പറയുന്നത്. 600ഓളം ആദിവാസികൾ അവിടെ താമസിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് SC വിഭാഗത്തിലുള്ള ഒരു 60 പേരോളം കൂട്ടായിട്ട് താമസിക്കുന്നുണ്ട്. അതിന് താഴെ വശമാണ് ഈ ഞങ്ങളെപ്പോലുള്ള ആളുകൾ 100 കണക്കിന് കൃഷി ചെയ്ത് ജീവിക്കുന്ന 100 കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തും എല്ലാം ഇവിടെയാണ്. ഞങ്ങളുടെ ഒരു കുടിയേറ്റ മേഖലകൾ ആയതുകൊണ്ട് ഞങ്ങളുടെ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ബൈസൺ വാലിയിലെ ഈ പ്രദേശങ്ങളാണ്.
അപ്പം ഇവിടെ നടക്കുന്ന ഈ കയ്യേറ്റങ്ങൾ, അതായത് SIT റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഇത് കയ്യേറ്റമാണെന്ന് പാറപ്പുറമാണെന്ന് നേരത്തെ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവരുടെ റിപ്പോർട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള വീണ്ടും അന്വേഷണങ്ങൾ, മന്ത്രിയുടെ ഉത്തരവ് വന്നുകൊണ്ട് അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹിയറിങ്ങൾ ഇപ്പോൾ 4 ഹിയറിങ്ങുകൾ നടന്നിരിക്കുന്നു. വീണ്ടും 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 ഇത് നീട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കയ്യേറ്റക്കാർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഒരു രേഖകൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സഹകരണം സബ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഹിയറിംഗ് നീട്ടിക്കൊണ്ട് പോകുന്നതിന് ഇപ്പോൾ ചക്രവടി സംരക്ഷണ സമിതി ആദ്യം ഒരു ഘട്ട സമരം നടത്തിയിരുന്നു. കൊട്ടങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2ാം ഘട്ട സമരത്തിലേക്ക് ഈ ഹിയറിംഗ് നീട്ടി പോകുന്നതുകൊണ്ട് 2ാം ഘട്ട സമരത്തിലേക്ക് ഞങ്ങൾ കടക്കാനായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു. 2ാം ഘട്ട സമരം നടത്താനായിട്ട് തീരുമാനിക്കുന്നു. കളക്ടർ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ശക്തമായ ഒരു സമരരംഗത്തേക്ക് പോകാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് വയനാട്ടിൽ 6 മാസത്തോളമായി അവിടെ ഉരുൾപൊട്ടലുണ്ടായിട്ട് 6 മാസത്തോളമായി അവർക്ക് ഇന്ന് വരെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ പുനഃക്രമീകരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇന്ന് വരെ കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ 100 കണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയാകുന്ന വിധത്തിൽ ഇവിടെ ഈ ചൊക്രമുടി മലയുടെ മുകളിൽ കയ്യേറ്റം നടന്നിട്ട് ആ കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആക്ഷേപം. അപ്പോൾ ഇവിടെ ഒരു കയ്യേറ്റം നടന്ന ഈ മേഖലയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ ഇന്ന് വയനാട്ടിൽ സംഭവിച്ചതുപോലുള്ള ദുരിതങ്ങൾ നാളെ നമ്മുടെ നാട്ടിലും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇപ്പം തന്നെ അതിനൊരു തടയിടുവാണെങ്കിൽ ഈ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് സർക്കാർ കൂടുതൽ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ മന്ത്രിയുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ഇതിൻ്റെ പങ്കുണ്ടെന്ന് അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ഇവിടെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി തന്നെ ഇതിന് നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് അന്തിമമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചൊക്രമുടിയുടെ താഴ്വാരത്ത് താമസിക്കുന്ന നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നു. ഇവർക്ക് വലിയ ആശങ്കകളുണ്ട് ഈ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച്. നിലവിൽ ഇവരുടെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം. എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ? ഇവിടെ 7200 അടി ഹൈറ്റിലാണ് ഈ ചൊക്രമുടി മല സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു 150 ഏക്കറോളം കയ്യേറിയിട്ടുണ്ട്. സർക്കാർ കണ്ടെത്തിയത് 25 ഏക്കറാന്നാണ് പറയുന്നത്. 25 ഏക്കറും സർക്കാരിൻ്റെ 876 ഏക്കർ പാറ പുറമ്പോക്കിലാണ് ഈ പട്ടയം നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഈ പട്ടയം ഈ 876 ഏക്കറിൽ എവിടെയാണ് ഇത്? സർക്കാർ ഈ സ്ഥലത്തിലല്ല പട്ടയം. ഇത് എവിടെയാ കണ്ടുപിടിക്കേണ്ടത് സർക്കാരാണ്. പക്ഷേ ആ പട്ടയം കൊടുത്ത വ്യക്തികൾ പറയുന്നുണ്ട് അവർക്ക് പട്ടയം കിട്ടിയതുപോലെ അവർക്ക് അറിവില്ലെന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ വരയാട്, കാട്ടുപോത്ത്, ആനകൾ, നീലക്കുറിഞ്ഞി, ആയിരക്കണക്കാണ് മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം കണക്കെടുത്താൽ 1000 മരം വരും. പിന്നെ സർക്കാരിൻ്റെ കണക്ക് പറ്റി 100 കണക്കിന് മരങ്ങളെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നീലക്കുറിഞ്ഞിയിൽ ഏക്കർ കണക്കിന് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാറിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ചൊക്രമുടി എന്ന് അറിയപ്പെടുന്നത്. ഇപ്പം ചൊക്രമുടി തന്നെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചൊക്രമുടി ട്രക്കിംഗ് പോയിന്റ് തന്നെ നമുക്ക് മനസ്സിലാകും. അത്ര മനോഹരമായ സ്ഥലം ഇത് ഇങ്ങനെ വെട്ടി നശിപ്പിച്ച് ഇതിനെ താഴെ ആദിവാസികളും SC STയിലും ആയിരക്കണക്കാണ് ജനങ്ങൾ താമസിക്കുന്ന ബൈസൺമാളി എന്ന് പറയുന്നത്. ഈ ബൈസൺമാളിയിലെ 3, 4, 5, 6, 7 വാർഡും ഇവിടെ നിന്ന് ഉരുൾ പൊട്ടിയാൽ കംപ്ലീറ്റ് ഈ ജനങ്ങളെല്ലാം ഒഴിച്ചു പോകും. പിന്നെ വയനാട് ദുരന്തം പോലെ അല്ല ഇത്, അതിനേക്കാളും വലിയ ദുരന്തമായിട്ട് ഇത് മാറും ചൊക്രമുടി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറും. അതിനു മുമ്പ് സർക്കാർ ഇത് എങ്ങനെയാലും ഇത് ഒരു പരിഹാരം കണ്ടെത്തി ഈ ജനങ്ങളെ രക്ഷിക്കണം. അല്ലാതെ ആൾ മരിച്ചു കഴിഞ്ഞിട്ട് കിറ്റാച്ചിയും സർക്കാർ വന്നിട്ട് അവിടെ റവന്യൂ മിനിസ്റ്ററും മന്ത്രിയും വന്നിട്ട് ഒരു ക്യാമ്പ് ചെയ്തിട്ട് വയനാട് പോലെ നമ്മൾ കണ്ടതല്ലേ, ഒരാളെ എന്തോരം ചിലവ് വരുന്നുണ്ട് സർക്കാരിൻ്റെ കണക്കിൽ. അപ്പോൾ അതുപോലെ ഈ ചൊക്രമുടിയിൽ അങ്ങനെ വരാൻ പാടില്ല. ചൊക്രമുടിയിലെ ആദിവാസികൾ, പാവങ്ങൾ, അതുങ്ങൾ ഇപ്പോഴെ കുഞ്ഞുമക്കളൊക്കെ വിദ്യാഭ്യാസത്തിലേക്ക് വരണം. അതിനു മുമ്പ് അവർ പഠിപ്പ് അറിവുകളില്ല. ഈ ചൊക്കമല എന്ന് പറഞ്ഞാൽ ശിവൻ്റെ നാമത്തിൽ അറിയപ്പെടുന്നതാണ്. അവർ വന്ന് കൊല്ലത്തിലേക്ക് ഇവിടെ വന്ന് ഒരു പൊങ്കൽ പൂജയൊക്കെ നടത്തുന്ന ഈ പൊങ്കൽ ടൈം, അതാണ് ഈ ചൊക്കമലയുടെ പ്രത്യേകത. അപ്പുറത്ത് മധുര മീനാക്ഷി സ്ഥിതി ചെയ്യുന്നു, കല്ലമ്പലം എന്ന് പറയും. അത് മധുര മീനാക്ഷി അമ്മ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ചൊക്കമല എന്ന് പറഞ്ഞാൽ ഇത് ശിവൻ്റെ നാമത്തിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഈ പ്രദേശവാസികളെല്ലാവരും രക്ഷിക്കണം. അതാണ് ഇവിടെ പല ഉദ്യോഗസ്ഥന്മാർ വന്നു, എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഹിയറിംഗ് ഇങ്ങനെ ഡേറ്റ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു.
ഇനി അടുത്ത 9-ാം തീയതി പറയുന്നു, ജനുവരി 9-ാം തീയതി. ഇനി അന്ന് എന്ത് തീരുമാനമാകും? വ്യാജ പട്ടയം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സർക്കാർ. സേതുരാമൻ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ അപാകതകൾ. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കണ്ടെത്തിയിട്ടുണ്ട്, റവന്യൂ മിനിസ്റ്ററും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് എന്താ കാലതാമസം ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇനി ഇങ്ങനെ താളം തട്ടി ഇതിങ്ങനെ പോവുമോ? ഞങ്ങളുടെ ജീവനങ്ങൾക്കൊക്കെ ഭീഷണിയുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും നമ്മളെല്ലാവരും മാധ്യമ പ്രവർത്തകர்களுം ചാനലുകാരാണ് നമ്മളെ സഹായിക്കുന്നത്. കാരണം ഈ ജനങ്ങളുടെ ഭാവി അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. അതിന് ഈ മന്ത്രിമാരും എല്ലാവരും ഇത് പെട്ടെന്ന് ഒരു ചക്രമുടിയിൽ ഒരു ഹിയറിംഗ് നടത്തി ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഈ തീരുമാനം സർക്കാർ ഏറ്റെടുത്ത് ഇത് നല്ല ഒരു ചക്രമുടിയിൽ ട്രക്കിംഗ് ആയിട്ട് സർക്കാർ ഇത് വേൾഡ് ടൂർ രാജമലയെ പോലെ ടൂറിസ്റ്റ് സെൻ്ററായിട്ട് മാറട്ടെ. ഇപ്പോൾ ട്രക്കിംഗ് പോകുന്ന ഫോറസ്റ്റുകാർ റവന്യൂ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്, സന്തോഷ് കുളങ്ങര. അതേ ഫോറസ്റ്റുകാർക്ക് റവന്യൂകാർ അവർക്ക് റെൻറ്റിനെ കൊടുത്തിട്ടുണ്ട്, അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ 400 രൂപ വെച്ച് ഒരു ആളിന് ഒരു ട്രക്കിങ്ങിന് മുകളിൽ കുരിശുമല കാണാൻ പോകണം, ചൊക്കമല കാണാൻ പോകുമ്പോൾ 400 രൂപ വെച്ച് പേ ഉണ്ട്. അതുപോലെ ഇവിടെ എന്തെങ്കിലും നല്ല സർക്കാരിന് നല്ല അതിനുള്ള ഗുണമുണ്ടാകും. പിന്നെ ഈ തടയണങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. പിന്നെ ഉരുൾ പൊട്ടാണ്ട് നമ്മളെ കാത്ത് രക്ഷിക്കണം. അത്ര പറയാനുള്ളൂ. പറയാമോ? അടിമാടി സിബി, മൈജോ, ഇവർ രണ്ടുപേരും കൂടിയാണല്ലോ ഇതിനകത്ത് സ്ഥലം വളർന്നത്. ഒരു 7 കേസ് അവരുടെ പേരിൽ എടുക്കാനുണ്ട്. ഇതുവരെ അതേക്കുറിച്ച് ഒരു അടക്കം പോലില്ല. അത് അടക്കം ഇല്ലാത്ത കാരണം എന്താ? റോഡ് വെട്ടി, സർക്കാർ ഭൂമിയിൽ റോഡ് വെട്ടി കൊണ്ടുവന്നു, ടാറിങ് ചെയ്തു, അതിനൊരു കേസ് എടുക്കണം. പാറ വെടിവെച്ചു, അതിനൊരു കേസ് എടുക്കണം. പിന്നെ നീലക്കുറിഞ്ചികളൊക്കെ നശിപ്പിച്ചു. അവർ നശിപ്പിക്കാതെ അവർ പാവപ്പെട്ട ആരെങ്കിലും നശിപ്പിച്ചവർ കണ്ടിട്ടുണ്ടെങ്കിലേ അവരെന്നാ ചെയ്തന്നെ 10 കൊല്ലം 20 കൊല്ലം അവർ അകത്തിട്ടേ. ഇത് ഒന്നും അതേക്കുറിച്ച് വേറെ അടക്കം പോലില്ല. അതിൻ്റെയൊക്കെ കാരണം എന്താ? പിന്നെ പാറ വെടിവെച്ചു, കുളം പണിതു. ഇത്രയും 7500 അടിയുടെ പൊക്കത്തിലുള്ള സ്ഥലത്ത് ഒരു കുളം പണിതിട്ടുണ്ട്. ആ കുളത്തിന് ഇതുവരെ ആ കുളം പണിതിന് അത് ഒരു കേസ് എടുത്തിട്ടില്ല. മൊത്തം പുള്ളിയുടെ പേരില്ല. പുള്ളി കള്ള ഒപ്പ് ഇട്ട് സർവേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേസല്ലേ? ഇതൊക്കെ കേസ് എടുക്കേണ്ടതാണല്ലോ. ഇപ്പോഴും ഒരു കേസ് പോലും ഇല്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്നാ? പുറകോട്ട് വലിഞ്ഞ് പോകുന്ന കാരണം എന്നാ? ഇതൊക്കെ സ്വക്കരമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ കണക്കൂട്ടിയിട്ട് കാര്യമില്ല. നാളെ മഴ സമയത്ത് ഇതൊക്കെ നല്ല ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു തുറന്നം ഉണ്ടാകും. ഇപ്പോൾ ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഞങ്ങൾ ഉറങ്ങുന്നില്ല. വരാത്ത നേതാക്കന്മാർ ആരുമില്ല. ഈ എല്ലാ നേതാക്കന്മാർ ഇഷ്ടംപോലെ നേതാക്കന്മാരൊക്കെ വന്നിട്ട് ഇത് വേറെ പുറകോട്ട് വലിഞ്ഞ് പോകുന്ന കാരണം എന്നാണ് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. പട്ടയം ക്യാൻസൽ ചെയ്യണമെങ്കിൽ പട്ടയം ക്യാൻസൽ ചെയ്യണം. അവർ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുത്തോട്ടെ. പട്ടയം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആ പട്ടയം ഇതിനകത്തല്ലല്ലോ. അവർ പട്ടയം ക്യാൻസൽ ചെയ്തോട്ടെ. പട്ടയം ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് അവർ കേസ് കൊടുത്തോട്ടെ. ഇവിടെ പട്ടയം ക്യാൻസൽ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഇതിനകത്ത് അപകടം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നാളെ ഒരു പരാതി വന്നിട്ട് ചാനൽക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽക്കാരുടെ കൂടുതൽ ഇതിനകത്ത് കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽക്കാരുടെ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ വന്ന് ഞങ്ങളൊക്കെ ആദ്യം ഒരു 3 പ്രാവശ്യം വന്ന് അവരൊക്കെ ഇത് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടായത്. അത് ചാനൽക്കാർ ഈ ചാനൽക്കാർ മാത്രം ചെയ്ത പണിയിലാണ് അതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ നേതാക്കന്മാർക്കും ഉണ്ടാകണം. ചുമ്മാ വന്നിട്ട് കണ്ടിട്ട് പോയിട്ട് ഭയങ്കര തുറന്നം ഉണ്ടാകും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. 1000 മരം വെട്ടി. ഈ 1000 മരം വെട്ടി എന്ന് പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. ഈ 1000 മരം വെട്ടിയപ്പോൾ അത് കേസെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് ചുമ്മാ കൊണ്ട് മാത്രം പറഞ്ഞിട്ട് പോയ ആൾക്കാർ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. പെട്ടെന്ന് എങ്ങനെ വന്ന് അവർ തീരുമാനങ്ങളൊക്കെ എടുത്തോ കണ്ടോ അത്രയും നേതാക്കന്മാരൊക്കെ തീരുമാനിച്ച് ഇതിൽ ഒരു തീരുമാനം പെട്ടെടുക്കണം. 1900 ഇതിൻ്റെ നേരടിവശം ആദിവാസി കൊടിയുണ്ട്. അവിടെ ഉരുള് പൊട്ടിയതാണ്. അവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഈ മലപ്രദേശമാണല്ലോ. ഇത് ഒരു 7-8 ചാളുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒളി വരുന്ന വെള്ളം ഇതെല്ലാം ഈ റോഡ് വെട്ടിയത് കാരണം ഇത് നേരെ ഒരു ചാലയിൽ കയറും. ഈ ചാലയിൽ കയറുമ്പോൾ ആ ഉരുൾ പൊട്ടിയതിനകത്ത് ചാടുമ്പോൾ ഇത് മൊത്തം ഉരുള് പൊട്ടി ആദിവാസി കൂടി കംപ്ലീറ്റ് പോവുകയും ചെയ്യും. ഈ ബൈസൺവാളി ഒരു 3-4 വാർഡ് ഇങ്ങനെ വയനാട് ദുരന്തമല്ല, അതിനപ്പുറത്തെ ഈ ചാല് ഈ അപ്പുറത്തെ ഈ ഗ്യാപ്പ് റോഡ് ഇറങ്ങിപ്പോയില്ലേ, അതുപോലെ 3 ഇരട്ടി ഉരുൾ പൊട്ടാനുള്ള വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ബാക്കി കാര്യം കൂടെ നടത്തി ഇത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തീർക്കുക.
അത്രയും പറയാനുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ വരയാട് ആനകൾ താഴോട്ട് ഇറങ്ങി വരും. ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരാഴ്ച നിന്ന് തിന്നും കുടിച്ച് അതുപോലെ കയറി പോകും. ആർക്കും ഒരു ശല്യമില്ല ഇതുവരെ. ഇങ്ങനെ ഇതിവിടെ ഇതുപോലെ കെട്ടിടങ്ങളായി കഴിഞ്ഞാൽ ഈ ആനകളും എല്ലാം താഴോട്ട് ഇറങ്ങി വരും. ഈ സൂര്യനെല്ലി പോലെ ആനകൾ ചിലപ്പോൾ അതുപോലെ ആൾക്കാരെ കൊള്ളും. പിന്നെ അത് എന്തെങ്കിലും ആനയെ കൊള്ളാനുള്ള ആൾക്കാർക്ക് ശല്യം വരുമ്പോൾ ആനകളെ എന്തെങ്കിലും ചെയ്യുമല്ലോ. അങ്ങനെ അതുപോലെ സംഭവിക്കാതെ ഇത് മൃഗങ്ങൾ നമ്മൾ രക്ഷിക്കണം, മനുഷ്യനെ രക്ഷിക്കണം. അതുപോലെ അങ്ങനെ സംഭവിക്കാനുള്ള വഴി ഉണ്ടാക്കി തരിക, അത്രയും. ചൊക്രമുടിക്കുടിയിലെ ഗോത്ര ജനതയുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ചൊക്രമുടി മല. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളുമെല്ലാം ഈ മലയോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ അവരുടെ ആശകളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി കുടിയുടെ കാണി നമ്മോടൊപ്പം ചേർന്നു. എന്തൊക്കെയാണ് നമ്മുടെ ഈ ആചാരങ്ങൾ? ഞങ്ങൾ ഈ പ്രകൃതിയെ ആദിവാസികൾ എന്നും സ്നേഹിക്കുന്നില്ല. വരയാടുണ്ട്, ആനയുണ്ട്, ഇവിടെ കടുവ കൂടെ ചിലപ്പോൾ വരാറുണ്ട്. ഇപ്പോഴില്ല, എല്ലാം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വന്ന് ചിലവാണ്. നമ്മൾ കുടിവെള്ളം ഇവിടെ തന്നെയാണ്. ഈ വെള്ളം ഞങ്ങൾ ഈ 2 തോടുണ്ട്, ഇവിടെ നിന്നാണ് ഞങ്ങൾ ഓസിട്ട് താഴെ കുടിവെള്ളം എടുക്കുന്നത്. റിസോർട്ടും കാര്യങ്ങളും ഭൂമാഫികളും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടിവെള്ളമാകും, ഉരുളുപൊട്ടലുണ്ടാകും, അങ്ങനെ പല ദുരന്തങ്ങളുണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സർക്കാരിന് ഈ പരിപാടി, റിസോർട്ട് പരിപാടി ഭൂമാഫികളെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് എൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകളൊക്കെ ഉണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ മധുര മീനാക്ഷിയമ്മയുടെ മല, ഈ മലയുടെ അടിവാരത്തിൽ ഞങ്ങൾ മധുര മീനാക്ഷി, ചൊക്രു മീനാക്ഷി എന്ന് വെച്ചാൽ മധുര മീനാക്ഷിയുടെ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ മലയെ ഇന്നിപ്പോഴും കാണുന്നത്. ഇപ്പോഴും ഞങ്ങളിവിടെ പ്രത്യേകിച്ച് അത്ര ഉണ്ട്. മകരമാസം 3-ാം തീയതി കല്ലമ്പലം അവിടെ ഉണ്ട്, അത് മകരമാസം 2-ാം തീയതി. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുത്തപ്പൻ ഞങ്ങൾ മധുരവീരനിൽ നിന്നാണ് കുമ്പിടുന്നത്. മധുര മീനാക്ഷിക്ക് അവിടെ പൂജയുണ്ട്, പിന്നെ മധുരവീരനൂരുണ്ട്. മകരമാസം 3-ാം തീയതി ഇവിടെ ഒരു ദേവി പൂജയുണ്ട്. ആണുങ്ങൾ മാത്രമേ അവിടെ പങ്കെടുക്കുള്ളൂ. അന്നദാനമുണ്ട്, എല്ലാവരും വന്ന് ചപ്പാട് കൊണ്ട് കഴിക്കാം. അങ്ങനെ ഈ പ്രദേശം മൊത്തം ഞങ്ങൾ ഈ മീനാക്ഷിയുടെ, മധുര മീനാക്ഷിയും ചൊക്കൂരിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ജൈവസമ്പന്നമായ പ്രദേശമാണ് ചൊക്രമുടി. ഈ മലനിരകളുടെ സംരക്ഷണം ഇവിടുത്തെ ജനജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും ആവശ്യകതയാണ്. ചൊക്രമുടിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചൊക്രമുടി സംരക്ഷണ സമിതി. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.